പ്രിയപ്പെട്ടവരെ, ഒത്തിരി കാര്യങ്ങൾ ഇവരെല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ കഴുതയെപ്പറ്റിയാണല്ലോ ഇത് പറഞ്ഞത് എന്ന്. സത്യമായി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും സെമിനാരിൽ പഠിക്കുമ്പോഴും ഒരു കഴുതയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് തോളിൽ കയറ്റി എന്നെ കൊണ്ടുനടത്തുന്നത്. എൻ്റെ തോളിൽ വിവിധ രാജ്യങ്ങളിൽ തെറ്റിത്തിരുത്തുന്നു. എല്ലാവരും പറഞ്ഞു 134 105 രാജ്യങ്ങളിലേ പോയിട്ടുള്ളൂ. അവിടെയെല്ലാം പോകാനും, പ്രത്യേകിച്ച് മുസ്ലിംകളുടെ പോകാനൊക്കെ ഇടയായത് ഈ കഴുത നിന്നു കൊടുത്തു യേശുവിന് കയറിയിരിക്കാൻ. ഞാനത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നെപ്പറ്റി ഒത്തിരി എല്ലാം പറഞ്ഞത് ആരെപ്പറ്റിയാണ് ഞാൻ ഓർക്കുകയായിരുന്നു. പണ്ടൊരു കഥ പറയുന്നില്ലേ, അതായത് ഒരു ഭർത്താവ് മരിച്ചു, പള്ളിപ്പോക്കും ഇല്ലായിരുന്നു, കുമ്പസാരവും കുർബാനയില്ലായിരുന്നു, പരോപകാരവും ഇല്ലാതെ കള്ളുകൂടിയുമായിരുന്നു. അപ്പോൾ ഒരു വികാരിയച്ഛൻ, ഒരു കപ്പിച്ചനച്ഛൻ വലിയൊരു പ്രസംഗം പറഞ്ഞു. അതെ, ഒരു വിശുദ്ധനായിരുന്നു, എന്നും പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഭാര്യ നോക്കി, ഇത് എൻ്റെ ഭർത്താവ് തന്നെയാണോന്ന് എന്ന് പറഞ്ഞ പോലെ ഇവരോരോരുത്തരും പലതും പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക, അതിന് ഞാൻ തന്നെയോ എന്ന്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 52 വർഷത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് ഞാൻ പറയുന്നു, ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കർത്താവിന് വേണ്ടി, അവൻ്റെ വചനത്തിന് വേണ്ടി. അവിടെ ഞാൻ അല്പം പോലും എനിക്ക് വേണ്ടി മാറ്റിവെച്ചില്ല. ഈശോ പറയാറുണ്ട്, ഈശോ യൂതനാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരാണെന്നറിയാമോ? ജൂതന്മാരോട് ഒരു കരാറ് നടത്തിയാൽ, അവരുടെ ബിസിനസ്സിൽ ഒരു കരാറ് നടത്തി ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വിടില്ല. ഇനിയും നമുക്കറിയാം, ജൂതനായ ഈശോ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെട്ടപ്പോൾ അപ്പനും അമ്മയും മാതാവും ഔഷപിതാവും ചോദിച്ചു, ഞങ്ങളോട് എന്തായി ചെയ്തത് എന്ന്. അപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ഇംഗ്ലീഷിലാണ് രസം. ഡോണ്ട് യു നോ ദാറ്റ് ഐ ഷുഡ് ഡു മൈ ഫാദേഴ്സ് ബിസിനസ്? എൻ്റെ അപ്പൻ്റെ ബിസിനസ് നടത്തണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെന്ന്. എന്തായിരുന്നു അപ്പൻ്റെ ബിസിനസ്? എല്ലാവരെയും രക്ഷിക്കുക. ഹല്ലേലൂയ. എല്ലാവരും രക്ഷിക്കുക എന്നാണ് പിതാവിൻ്റെ ബിസിനസ്. അത് ഈശോ നല്ലപോലെ ചെയ്തു. അതുകൊണ്ട് ഈശോയോട് എപ്പോഴും പറയുവാൻ, നിന്നോടുകൂടി ഉണ്ട്, നീ എൻ്റെ പ്രിയ മകനാണ് എന്നൊക്കെ. അതിനുശേഷം ആ ഈശോ തുടർന്ന ജോലി ആര് ഏറ്റെടുക്കുന്നുവോ, ആ ജൂതനോടുകൂടി ഏറ്റെടുക്കുന്നു. അപ്പോൾ ജൂതൻ ഒരിക്കലും കൈവിടില്ല. ഇതാണ് വിവിധ പാതകളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് അനുഭവമായത്. കാരണം നോക്കുമ്പോൾ വീൽ ചെയറിലാണെങ്കിലും ആളുകൾ തിരസ്കരിച്ചാലും അവിടെയെല്ലാം ഒരു കാര്യം യേശു കാണുന്നുണ്ട്, പണി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ആ പണി ചെയ്യുന്നുള്ളതുകൊണ്ട് പുള്ളി വിടില്ല. ഞാൻ നിന്നോടുകൂടിയുണ്ട്, നിന്റെ കരങ്ങൾക്ക് പിടിച്ച് നടക്കുന്നു, നിന്റെ പേര് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു കയ്യേര്. ഇതെല്ലാം ജൂതന്റെ വാക്കുകളാണ്. അപ്പോൾ ആ ജൂതനായ ഈശോ എൻ്റെ കൂടെയുണ്ട്. ആ ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ചെയ്തതും അവൻ തന്നെ. ഞാൻ ഓർക്കും, ഞാൻ പോയോ? ഇല്ല, ഈശോയാണ് പോയത്. ബഹുമാനപ്പെട്ട മേരിക്കുട്ടി ചേച്ചി പറഞ്ഞ പോലെ 1.5 മാസം മുമ്പ് ഞാൻ കട്ടിലേ നിന്ന് വീണു, കൊച്ചുപിള്ളേർ വീഴുന്ന പോലെ. കാല് ചതഞ്ഞു, മുറിഞ്ഞു. അപ്പോൾ ഞാൻ വേദനയുണ്ട്, ആഫ്രിക്കയ്ക്ക് പോകണം. അപ്പോൾ ഒരു പിതാവ്, വേറെ ആരുമല്ല, സെബാസ്റ്റ്യൻ പിതാവ് പറഞ്ഞു, അച്ഛാ പോകണ്ട, 2 ആഴ്ച അവിടെ പോയി ചേരുമ്പം മടുക്കും, വേദന എടുക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ ഇനി ജീവിതം മുഴുവൻ ചുമ്മാതെ ഇരുന്നാൽ മതി. ഈ കഴിഞ്ഞ 14 വർഷം പ്രത്യേകിച്ച് ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് വേദന എടുത്താൽ ഞാൻ പോകുന്ന പിതാവേ. അവന് പിതാവിന് ഞാൻ ചോദിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് അനുഗ്രഹിച്ചാൽ മതി. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, എനിക്ക് വയ്യായേ എന്ന് പറഞ്ഞ് കട്ടിലെ കിടക്കാം. എല്ലാവരും ഓർക്കും വയസ്സ് 50ഓളം ആയി, ഇത്രയും ഓടി നടന്നല്ലേ, പുള്ളി വിശ്രമിക്കട്ടെ എന്ന് ആരും എന്നെ പഴിക്കില്ല. അതാണ് ഒരു ഓപ്ഷൻ. മറ്റത് ആരെങ്കിലും വഹിച്ചോണ്ട് ജൂതൻ്റെ കൂടെ പോവുക. രണ്ടും കൽപ്പിച്ച് അങ്ങനെ പോയിട്ട് ഇപ്പോഴും കാലിന് വേദനയുണ്ട്. അതെനിക്കൊരു പ്രശ്നമല്ല. പ്രിയമുള്ളവരെ, എനിക്കൊന്ന് പറയാൻ സാധിക്കും, എനിക്കൊരു വലിയ ദാഹമാണ്. ആ ദാഹം തീരുന്നില്ല. ആ ദാഹം ആ കുരിശിലേക്ക് നോക്കുമ്പോൾ പലർക്കും ഞാൻ ആ കുരിശുരൂപത്തെ പറ്റിയോ കുരിശിനെ പറ്റി പറയുമ്പോൾ തെറ്റിദ്ധരിക്കും. പക്ഷെ എപ്പോഴും ഞാൻ കഴുത്തേലും എൻ്റെ തലണക്കീഴും എല്ലാം ഒരു കുരിശുരൂപമുള്ളത് ആ രൂപത്തിൻ്റെ പ്രാധാന്യം കൊണ്ടല്ല, അതിൻ്റെ പിന്നിലുള്ള ആ മനുഷ്യനെ, ആ കാര്യൻപാണി തൂങ്ങിക്കിടക്കുന്നവനെ ഒന്ന് നോക്കും. എൻ്റെ എല്ലാ സഹനങ്ങളും അവിടെ നോക്കിക്കഴിയുമ്പോൾ മധുരമായി തീരും. അങ്ങനെ ഞാൻ സഹിക്കുന്നവനല്ല. അതെ, ഞാൻ പറയും,
അത് യേശുവിനോടുകൂടി സഹിക്കുന്നത് യഥാർത്ഥത്തിൽ മഹനീയമാണ്. അത് ഒരു സമർപ്പണമാണ്, യാഗമാണ്. യേശുവിനെ കൂടാതെ സഹിക്കുമ്പോൾ അത് ശാപമാണ്, മാത്രമല്ല വേദനയുമാണ്. അവിടെ പ്രിയപ്പെട്ടവർ, എനിക്ക് യാതൊരു വേദനയും ഇല്ല. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുമ്പോൾ നെഹെമ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതുപോലെ കർത്താവിലുള്ള സന്തോഷമാണ്, ആനന്ദമാണ് എൻ്റെ ശക്തി. ഈ ശക്തിയാണ് അതിനെ നയിച്ചുകൊണ്ട് പോകുന്നത്. ആരെങ്കിലും ചോദിക്കുക, അച്ഛാ ടയേർഡായോ? ആർ യു ടയേർഡ്? ഒരിക്കലും ഞാൻ പറയില്ല ഞാൻ ടയേർഡാണ്. വേദനയുണ്ടോ? ഇല്ല. ഈശോയോടുകൂടി ആകുമ്പോൾ അതില്ല. പ്രിയ മക്കളെ, ഈ ദാഹം അത് തീരുന്നില്ല. കാരണം ഈ കുരിശൻ നോക്കുമ്പം ആ ദാഹത്തിന്റെ വിളിയാണ്. ഞാൻ എപ്പോഴും രാത്രിയും പകലും, രാത്രിയിൽ ഉറക്കം 2 മണിക്കൂർ ഉറങ്ങാൻ നല്ല ഉറക്കമാണ്. പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം കേൾക്കുന്ന ഇതാണ്, എനിക്ക് ദാഹിക്കുന്നു. എങ്ങനെ ഈ ദാഹം തീർക്കാൻ കഴിയും? ദാഹിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ്, ജീവജലമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു എന്റെ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞത് എൻ്റെ ചെവിയിൽ അതെപ്പോഴും മാറ്റൊടിക്കൊള്ളും. അജ്ഞത കൊണ്ട് ഇന്ന് ഈശോ അറിഞ്ഞുകൂടാ, സഭ അറിഞ്ഞുകൂടാ, കൂരാശ അറിഞ്ഞുകൂടാ. അതിൻ്റെയാണ് ഈ കാണുന്ന കേരളത്തിലായാലും എവിടെയായാലും ഈ വഴക്കും വയ്യാവേലി എല്ലാം ഉണ്ടാകും. കാരണം ഈശോ അറിയത്തില്ല, കൂരാശ അറിയത്തില്ല, വിശുദ്ധ കുർബാന എന്തെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ കാണുന്ന ബഹളങ്ങളെല്ലാം. ഞാനതിൽ അച്ഛന്മാരെ ഉൾപ്പെടുത്തും, മെത്രാന്മാരെ മെത്രാപ്പൊലീത്തമാരും എല്ലാം. യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ, യേശുവിനെ സ്നേഹം അറിഞ്ഞിരുന്നെങ്കിൽ, മാത്രമല്ല ആ യേശു നമ്മോട് കാട്ടുന്ന ആ വലിയ സ്നേഹത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്നും ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശാരീരികമായി സന്നിധി ചെയ്യുന്ന കർത്താവിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഇന്നും ഇപ്പോഴും നമ്മളൊരു ചടങ്ങ. അത് അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണമോ, വട്ടം തിരിയണോ വട്ടത്തിൽ കയറണോ, ഇതൊക്കെയാ നമ്മൾ. അതെല്ലാം പണ്ട് ആനയെ കാണാൻ പോയ 4 കുരുടന്മാരുടെ കൂട്ടാണ്. പ്രിയമുള്ളവരെ, ആനയെ കണ്ടിട്ടില്ല, യേശുവിനെ കണ്ടിട്ടില്ല. അതെ, ഇതെന്റെ ശരീരമാകുന്നു. എ വണ്ടർഫുൾ വേർഡ് ഇൻ ഇംഗ്ലീഷ്, ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ. ആ അപ്പം മുഴുവൻ, അപ്പത്തിന്റെ സബ്സ്റ്റൻസ് മുഴുവൻ അത് യേശുവിന്റെ ശരീര സബ്സ്റ്റൻസ് ആയിത്തീരുന്നു. ഹല്ലേലൂയ. ആ വീഞ്ഞിന്റെ തുള്ളി മുഴുവൻ, അതിന്റെ അംശം മുഴുവൻ, ഓരോ കോശങ്ങളും യേശു രക്തമാകുന്നു. എത്ര ക്രിസ്ത്യാനി, എത്ര മെത്രാൻ, എത്ര അച്ഛൻ അത് വിശ്വസിക്കുന്നുണ്ട്? ആ കുരാശ വചനം ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പം അവിടെ ഇല്ല, വീഞ്ഞില്ല. എത്ര പേര് മനസ്സിലാക്കാൻ കഴിയുന്നു? അങ്ങനെയാണ് ഈശോ നമ്മോടൊത്ത് വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പ്രസംഗം പറയുന്നില്ല, കാരണം മടുത്തു നിങ്ങൾ, എനിക്കറിയാം. ഞാൻ ഒന്ന് പറയാൻ മാത്രം നന്ദി പറയുമ്പോൾ, അത് ഈ പറഞ്ഞതൊക്കെ എന്നെ പറ്റിയല്ല, ഈശോയെ പറ്റിയാ. ഈശോയെ സ്തുതിക്കുക, നന്ദി പറയുക. ഇപ്പോഴും ഞാനൊരു കഴുതിയാണ്. ഞാനല്ല യാത്ര ചെയ്യുന്നത്. അതെ, 14 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും 14 മണിക്കൂർ 2 ആഴ്ചക്കല്ലേ പോയത്. ഞാനല്ല ഈശോയെ പോയത്. എൻ്റെ ജഡം യേശുവിന് കൊടുത്തു, എൻ്റെ ജീവിതം കൊടുത്തു, കഴുതയാൻ എന്നെ കൊടുത്തു. അത്രമാത്രം ഈശോ ആണ് പോയത്. പ്രസംഗിക്കുന്നതും ഈശോയാണ്, രോഗശാന്തി കൊടുക്കുന്നതും ഈശോയാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതും ഞാൻ എന്നും ഒരു കഴുതയാണ്. അതുകൊണ്ട് ഞാൻ പാരാപ്തമില്ലാതെ സന്തോഷത്തോടെ ശക്തിയിൽ മുന്നോട്ട് പോകുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എൻ്റെ അൽമേനികൾ, ഞാൻ ആദ്യം മുതലേ ഈ 50 വർഷക്കാലത്തെ എൻ്റെ പ്രഘോഷണ ജീവിതകാലത്ത് ഞാൻ പ്രഘോഷിച്ചത് അൽമേനികൾക്ക് വേണ്ടിയാണ്. കോട്ടയത്തായാലും തിരുവനന്തപുരത്തായാലും എവിടെയും. അവിടെ നിങ്ങൾ അൽമേനികൾ എന്നെ അംഗീകരിച്ച ഇതുപോലൊരു അവാർഡ് തന്നത് ഞാൻ അർഹനൊന്നുമല്ല. എനിക്കത് വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ മക്കൾ ഒരു ഉപഹാരം തന്നല്ലോ എന്ന്. ഇതിൻ്റെ സന്തോഷം വലുതാണ്. എൻ്റെ ആധ്യാത്മിക ജീവിതം, എന്നിൽ നിന്ന് ആധ്യാത്മിക ജീവിതവും ആധ്യാത്മിക മൂല്യങ്ങളും നേടിയത് അൽമേനികളാണ്. എന്നെ സന്യാസ സഭയോ വൈദിക മധ്യക്ഷന്മാരോ എന്നെ ശാസിക്കുകയും വഴക്ക് പറയുകയും മാറ്റി നിർത്തുകയും എൻ്റെ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ള അല്ലാതെ ആധ്യാത്മികത എന്നിൽ നിന്ന് നേടിയിട്ടില്ല. ആധ്യാത്മികത എന്തെങ്കിലും കിട്ടിയത് മക്കളെ നിങ്ങൾക്കാണ്. അവിടെ നിങ്ങൾ ആ സന്തോഷം അറിയിക്കാൻ ഇത് എനിക്ക് തരുന്നത് തുറക്കുമ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. അത് കണിശമായിട്ടും ജോൺസൺ അച്ഛൻ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അതുപോലെ സ്നേഹിതനാണ്. വളരെ ഹൃദയമായിട്ട് അടുപ്പമുള്ള ആളായിരുന്നു. 2-ാം തീയതി സുപ്പീരിയർ ജനറലായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് മുമ്പ് വെച്ച് ഞാൻ പറയുന്നത്, സന്യാസ സമൂഹമായാലും ശരി,
അല്ലെങ്കിൽ കത്തോലിക്ക സഭ മുഴുവനായാലും ശരി, ഒരു പക്ഷെങ്കിൽ ഭൗമികമായിട്ട് നിന്നും പലതും നേടിക്കാണും. എന്നാൽ ആധ്യാത്മികമായി നേടിയത് നിങ്ങളാണ്, എൻ്റെ മക്കൾ. മേരിക്കുട്ടി ചേച്ചി പറഞ്ഞ പോലെ ഞാൻ ആരുമായിട്ട് ഇടപെട്ടാലും പ്രായം കൂടിയവരാണെങ്കിലും മകനും മകളുമായിട്ടാണ് കാണുന്നതും. മോനെ മോളേന്ന് ഞാനിവിടെ പേരും വിളിക്കാറുള്ളൂ. ഭംഗിവാക്കല്ല, എൻ്റെ ഹൃദയത്തിൽ അങ്ങനെയാണ്. എൻ്റെ ഹൃദയത്തിനൊരു ഭാഗം ഞാൻ സുവിശേഷ പ്രഘോഷണത്തിൽ മുറിച്ചു കൊടുക്കും. അതുകൊണ്ട് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിലൂടെ അവൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന വ്യക്തി, അത് എൻ്റെ കൈകളിലൂടെയാണ് നൽകപ്പെടുന്നത്. അപ്പോൾ രക്തബന്ധം ഉണ്ടാകുന്നു. അത് സഹോദര സഹോദരി എന്ന് വിളിച്ചാൽ അർത്ഥമുണ്ട്. ഞാൻ പ്രായമായതുകൊണ്ട് എനിക്ക് എല്ലാവരെയും മക്കളെന്ന് വിളിക്കാം. അതുകൊണ്ട് മക്കളെ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നു, മക്കൾക്ക് നന്ദി, സ്തോത്രം. അത് കർത്താവിന് സ്തോത്രം, മക്കൾക്ക് നന്ദി. അതുപോലെ ഇന്ന് നല്ല പ്രസംഗമൊക്കെ പറഞ്ഞതും, അത് സിരേഖ് ഡോക്ടർ മുതൽ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അത് നിങ്ങൾക്കെല്ലാവരെയും അറിയാം. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു, അതിനെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും. I thank you all for doing all that you have done here, spoken here, much more for the award you are given. I was just laughing. I was just asking myself, Star of India, spiritual star, who is that? Jesus Christ the Lord. കയ്യടിച്ച് കർത്താവിനെ സ്തുതിക്കാം. I am not the star of India. I am not the spiritual star of India. That is Jesus Christ the Lord. Hallelujah. അതുകൊണ്ട് ഈ അവാർഡ് ഈശോയ്ക്ക് കൊടുത്തേക്ക് എനിക്ക് വേണ്ട. അത് ഈശോയുടെ മഹത്വം ഉണ്ടാകട്ടെ, ഈശോയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഈശോയ്ക്ക് ആ ഉപഹാരം അഥവാ ഈ തന്നിരിക്കുന്ന സ്പിരിച്വൽ സ്റ്റാർ ഓഫ് ഇന്ത്യ അത് ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താൻ നന്ദി പറയുന്നു. മക്കളെ, നിങ്ങളെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് പോകുന്നു. ഒരു പ്രസംഗമല്ല ഞാൻ പറയുന്നത്, നന്ദി പറഞ്ഞേ ഉള്ളൂ. അതെ, പ്രസംഗമൊക്കെ നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ കൂടെ കേൾക്കാറുണ്ടല്ലോ. അതെ, ഇവിടെ നാട്ടിൽ എനിക്ക് ധ്യാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ധ്യാനപ്രസംഗമൊന്നുമില്ല. ഷക്കീനായി 2 ധ്യാനമുണ്ട്, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലും ഈ കൊല്ലമുണ്ട്, ഏപ്രിൽ മാസത്തിൽ. അത് നിങ്ങൾക്ക് പിന്നീട് അനൗൺസ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്, ജയിച്ചേൻ്റെ ധ്യാനമില്ലേന്ന്. അതെ, ഞാൻ ഇവിടെ വരുമ്പോൾ ധ്യാനിപ്പിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ധ്യാനപ്രസംഗം പറയുകയല്ല, അത് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. ആൻഡ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെ, എനിക്ക് എത്ര വർഷം ജീവിക്കും, എനിക്ക് ഇന്ന് ജീവിച്ചാൽ മതി. ഞാൻ ഇന്നത്തേന് മാത്രമേ കരുതുന്നുള്ളൂ. അത് നാളത്തെ കർത്താവിൻ്റെ കൈ കൊടുത്തിരിക്കുകയാണ്. അതെ, 100 ആണെങ്കിൽ 100, 200 ആണെങ്കിലും കുഴപ്പമില്ല, പോരട്ടെ. ഹല്ലേലൂയ. അതെ, എനിക്ക് ഇന്ന് ജീവിക്കണം, ഇന്ന് പ്രാർത്ഥിക്കണം, ഇന്ന് പ്രസംഗിക്കണം, ഇന്ന് ഈശോയെ കൊടുക്കണം, ഇന്ന് ഈശോയുടെ ദാഹം പെരുക്കാൻ ശ്രമിക്കണം. ആ ദാഹം മനുഷ്യൻ്റെ ദാഹമാണ്. ആ ആശയമുള്ളൂ, ആ പ്ലാനേ എനിക്കുള്ളൂ. പ്രാർത്ഥിക്കാം പരസ്പരം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, ദൈവമേ നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. Thank you Jesus. Thank you Jesus. Thank you Jesus from my heart. Thank you Jesus. Thank you Jesus. Thank you Jesus from my heart.